ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ശരിയാ, ജീവിതത്തിൽ ഞാൻ തോറ്റുപോയി ദേവൻ. 8 വർഷത്തെ പ്രണയത്തിന് ശേഷം വീട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെയുള്ള വിവാഹം കഴിഞ്ഞിട്ട് 6-7 വർഷം ഒന്നിച്ചുള്ള ജീവിതം. ഭർത്താവും കുട്ടികളുമായി ഒരു സന്തുഷ്ട കുടുംബാണ് ഞാൻ ആഗ്രഹിച്ചത്. കൂടെ കഴിയുമ്പോഴും ഞാൻ തിരിച്ചറിയാതെ പോയി അയാൾ എന്നെ ചതിക്കുകയായിരുന്നെന്ന്. എന്നാൽ അയാൾ എന്നെ ചതിക്കുകയായിരുന്നെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം മുതൽ ഞാൻ ജയിക്കാൻ തുടങ്ങി ദേവൻ. അതിൻ്റെ ആദ്യ പടിയാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് അയാളെ ഞാൻ ഒഴിവാക്കിയത്. ഞാൻ പറഞ്ഞത് വെറുതെ അല്ല ദേവൻ, എല്ലാം ശരിയാവും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ആ സന്തോഷം എനിക്ക് തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ ദേവന്റെ ജീവിതത്തിലും എല്ലാം ശരിയാവും. ഇനി എനിക്ക് ജീവിക്കണം ദേവൻ, ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതം, നാൻസി പറഞ്ഞു. ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത് ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്നാ. ഇനി ഒരാളെ വിശ്വസിച്ച് അയാളുടെ കൂടെ ജീവിക്കാൻ നിനക്ക് കഴിയോ? ദേവൻ ചോദിച്ചു. എല്ലാവരും ഒരുപോലെ അല്ല ദേവൻ, നല്ലവരുമുണ്ട് ദേവനെപ്പോലെ, നാൻസി പറഞ്ഞു. ഞാൻ നല്ലവനോ എന്ന് ചോദിച്ച് ഒന്ന് ചിരിച്ച് ദേവൻ പറഞ്ഞു. യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ, കിടന്നോ. ദേവൻ, നാളെ രാവിലെ ഞാൻ നേരത്തെ പോവും. ഹോസ്റ്റലിൽ പോയിട്ട് വേണം ഓഫീസിലേക്ക് വരാൻ, നാൻസി പറഞ്ഞു. ശരി, കിടന്നോ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ദേവൻ റൂമിലേക്ക് പോയി. എന്തോ ശബ്ദം കേട്ട് ഗൗരി ചാടി എഴുന്നേറ്റു. എന്താ ഒരു ശബ്ദം കേട്ടത്, അവൾ ചിന്തിച്ചു. അപ്പോൾ കാലിനടുത്തുകൂടെ ഒരു ചുണ്ടനെലി പോകുന്നത് കണ്ടു. പകൽ ആരോ മുറിയുടെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ തുറന്നു കിടക്കുന്നത് കണ്ടാൽ അപ്പത്തന്നെ അടച്ചിടുമായിരുന്നു. എന്തൊക്കെ ഇതിനുള്ളിൽ കയറി കൂടിയിരിക്കുന്നതെന്നറിയില്ലല്ലോ മഹാദേവ, അവൾ ചിന്തിച്ചു. എന്നിട്ട് പുതപ്പുകൊണ്ട് നന്നായി മൂടി പുതച്ച് കിടന്നു. രാവിലെ നേരത്തെ ഉണർന്ന് കുളി കഴിഞ്ഞ് അടുക്കളയിൽ കയറി പണികളെല്ലാം തീർത്ത് ദിയയ്ക്കും ദീപ്തിക്കും സ്കൂളിൽ കൊണ്ടുപോകാൻ ലഞ്ചും വെള്ളവും നിറച്ച് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. അവൾക്ക് കൊണ്ടുപോകാനുള്ളതും എടുത്ത് വേഗം അവൾ കിടന്നിരുന്ന റൂമിലേക്ക് പോയി. ഓഫീസിൽ പോകാൻ റെഡിയായതിനു ശേഷം ഗൗരി വേഗം ഓടി പുറത്തിറങ്ങി. അപ്പോഴേക്കും രാഘവൻ ചീട്ടിപ്പിരിവിനു പോകാനായി ബൈക്കിൽ കയറിയിരുന്നു. അയാൾക്കരികിലായി ദിയയും ദീപ്തിയും സ്കൂളിൽ പോകാനായി റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ വേഗം ചെന്ന് രാഘവനോട് ചോദിച്ചു, അച്ഛാ, ബസ്സിന്. രാഘവൻ ജോലിക്ക് പോകുന്നത് നോക്കി നിൽക്കുകയായിരുന്ന പങ്കജം അശ്രീകരം ജോലിക്ക് പോകാൻ നേരം പിന്നിൽ നിന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് ഗൗരിയുടെ കൈയിന്റെ മുട്ടിനു മുകളിലായി ഒരടി കൊടുത്തു. അവൾ അടികൊണ്ട ഭാഗം നന്നായി തടവിക്കൊണ്ട് ബസ്സിന് കാശ് രാഘവൻ കൊടുക്കാതിരിക്കുമോ എന്ന് പേടിച്ച് രാഘവനെ തന്നെ നോക്കി നിന്നു. രാഘവൻ ദേഷ്യത്തോടെ ഗൗരിയെ ഒന്ന് നോക്കിയ ശേഷം പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്ത്, ചില്ലറില്ല, 100 രൂപയാ, ഇത് കഴിഞ്ഞിട്ട് ഇനി ചോദിക്കാവൂ എന്ന് പറഞ്ഞ് അത് അവൾക്ക് നേരെ നീട്ടി. എന്ന് മൂളി അവൾ ആ കാശ് വാങ്ങി അവിടെ നിന്ന് ഓടി. വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്ററിലധികം ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാനുണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പിലേക്ക് ഗൗരി നടക്കുമ്പോൾ രാഘവൻ ബൈക്കിൽ ദിയയെയും ദീപ്തിയെയും കൂട്ടി പോകുന്നത് കണ്ടു. ഗൗരി ഓഫീസിലെത്തുമ്പോൾ എല്ലാവരും ധൃതി പിടിച്ച് തിരക്കിലായിരുന്നു. ഓഫീസ് ടൈം ആവുന്നതിനു മുമ്പ് എല്ലാവരും ജോലി തിരക്കിലായിരിക്കുന്നത് കണ്ട് ഗൗരി സ്റ്റെഫിയോട് ചോദിച്ചു, ഓഫീസ് ടൈം ആവുന്നതല്ലേ ഉള്ളൂ, പിന്നെന്താ എല്ലാവരും ഇങ്ങനെ തിരക്കിൽ? ഇന്ന് 11 മണിക്ക് ക്ലയൻസുമായി മീറ്റിംഗ് പറഞ്ഞിട്ടുള്ളതാ. പ്രൊജക്ടിന്റെ ഫയൽ ഇതുവരെയും ആയിട്ടില്ല. അതെല്ലാം നോക്കിയിരുന്നത് നാൻസി മാഡോ അഞ്ജലി മാഡോ ആയിരുന്നു. അവര് 3-4 ദിവസമായി ലീവായിരുന്നു. ഇന്ന് മീറ്റിംഗ് റിമൈൻഡർ ചെയ്ത് രാജീവ് സാറിന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാ അതിനെക്കുറിച്ച് ബോധം വന്നിരിക്കുന്നത്. നേരം വെളിച്ചാവുമ്പോഴേക്കും തന്നെ ഓടി വന്ന് മറ്റുള്ളവർക്കും കൂടെ പണി തന്നിരിക്കുക. അഞ്ജലി മാഡം ഇനിയും വന്നിട്ടേയില്ല, സ്റ്റെഫി പറഞ്ഞു. അപ്പോൾ ദീപ വന്ന് ഗൗരിയോട് പറഞ്ഞു, ഇന്നലെ ചെയ്യാൻ കാണിച്ചു തന്നില്ലേ, അതുപോലെ ഇതിൽ എഴുതിയിരിക്കുന്നതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നല്ല അട്രാക്റ്റീവായി ഒരു ഫയൽ ഉണ്ടാക്ക്. വേഗം വേണം, ഇന്ന് മീറ്റിംഗിൽ പ്രസന്റ് ചെയ്യാനുള്ളതാ. ചേച്ചി, മീറ്റിംഗിൽ പ്രസന്റ് ചെയ്യാനുള്ള ഫയലൊക്കെ ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് കഴിയോ? ഗൗരി പേടിയോടെ ചോദിച്ചു. ഒന്നും ചെയ്ത് കഴിഞ്ഞില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ എന്തെങ്കിലും കുറച്ച് ചെയ്തൊരു ഫയൽ. ഉത്തരവാദിത്തമുള്ളവർ അത് ചെയ്തിട്ടില്ലെങ്കിലും ദേവൻ സാറിന്റെ അടുത്തുനിന്ന് വഴക്ക് കേൾക്കുന്നത് എല്ലാവരും കൂടിയായിരിക്കും. ഇത് ചെയ്തു കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന മാഡം കണ്ടില്ലേ, ആ മാഡത്തിനെ ഏൽപ്പിക്ക് എന്ന് പറഞ്ഞ് ദീപ നാൻസിയെ ചൂണ്ടിക്കാണിച്ചു. അവൾ അത് വാങ്ങി വർക്ക് തുടങ്ങി. ഇതേ സമയം രാമേട്ടൻ ദേവന്റെ റൂമിലെ ഡോറിൽ മുട്ടി വിളിച്ചു. കുറെ നേരം വിളിച്ചതിന് ശേഷമാണ് ദേവൻ ഉണർന്നത്. ഉണർന്ന് മൊബൈൽ എടുത്തു നോക്കി.
സമയം 9 മണി കഴിഞ്ഞിരിക്കുന്നു. ദേവൻ എഴുന്നേറ്റ് ചെന്ന് ഡോർ തുറന്നപ്പോൾ രാമേട്ടൻ ഒരു കപ്പ് ചായ ദേവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, കുഞ്ഞെ, ഇന്ന് ഓഫീസിൽ മീറ്റിംഗ് ഉണ്ടെന്ന് രവി പറഞ്ഞു. എന്ന് മൂളി ദേവൻ ചായ വാങ്ങി കുടിച്ചുകൊണ്ട് റൂമിലുള്ള സോഫയിൽ ചെന്നിരുന്ന് ഫോൺ എടുത്തു നോക്കി. രാമേട്ടൻ റൂമിനകത്ത് വന്ന് ദേവന്റെ അടുത്തായി നിന്നു. കുഞ്ഞെ, ആ കൊച്ച് രാവിലെ നേരത്തെ പോയി, രാമേട്ടൻ പറഞ്ഞു. അതിനും ദേവൻ മൂളുക മാത്രം ചെയ്തു. മെസ്സേജ് എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഫോണിൽ ഓഫീസിലെ ക്യാമറ ഓൺ ചെയ്ത് നോക്കി. എല്ലാവരും നല്ല വർക്കിലാണ്. ചായ കുടിച്ചു കഴിഞ്ഞ് കപ്പ് രാമേട്ടന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ചെന്നൈക്ക് ഞാൻ ഇപ്പൊ വരാന്ന് രവിയോട് പറയേ. 10 മണിക്ക് ദേവൻ ഓഫീസിൽ വരുമ്പോൾ ദേവനെ കണ്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു. എന്നാൽ ഗൗരി അതൊന്നും ശ്രദ്ധിക്കാതെ അവൾക്ക് കൊടുത്ത ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ എഴുന്നേറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് പറയാത്തത് കണ്ട് ദേവൻ അവളുടെ അടുത്തെത്തിയപ്പോൾ നിന്നു. എന്നിട്ട് ദേഷ്യത്തോടെ അവളെ നോക്കി. അപ്പോൾ സ്റ്റെഫി അവളെ തോണ്ടി വിളിച്ച് ദേവൻ നിൽക്കുന്നത് കാണിച്ചു കൊടുത്തു. അവനെ കണ്ടതും ഗൗരി പേടിച്ച് ചാടി എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് സർ എന്ന് പറഞ്ഞു. ദേവൻ ദേഷ്യത്തോടെ നോക്കുക മാത്രം ചെയ്ത് അവന്റെ ക്യാബിനിലേക്ക് പോയി. ക്യാബിനിൽ ചെന്ന് സീറ്റിലിരുന്ന ശേഷം ദേവൻ രവിയോട് ചോദിച്ചു, ഏതാ പെണ്ണ്? അത് പുതിയതാ, ഇന്നലെ വന്നിട്ടേ ഉള്ളൂ സർ, രവി പറഞ്ഞു. ഈ സമയം രാജീവ് ദേവന്റെ ക്യാബിനിലേക്ക് വന്ന് ഡോറിൽ മുട്ടി. യെസ് കമിൻ, ദേവൻ പറഞ്ഞു. രാജീവ് അകത്ത് ചെന്ന് ദേവനോട് പറഞ്ഞു, സർ, മീറ്റിംഗിനുള്ള ക്ലയൻസ് എത്തിത്തുടങ്ങി. അവരോട് കൺവെൻഷൻ ഹാളിലേക്ക് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മീറ്റിംഗിൽ പ്രസന്റ് ചെയ്യാനുള്ള ഫയലെല്ലാം റെഡിയായോ രാജീവ്? ദേവൻ ചോദിച്ചു. അതെല്ലാം നാൻസിയും അഞ്ജലിയുമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവർ 3-4 ദിവസമായി ലീവായിരുന്നു. മറ്റാരെയും അതിനെ ഏൽപ്പിച്ചതുമില്ല. രാവിലെ നോട്ടിഫിക്കേഷൻ കണ്ടതിന് ശേഷം വന്നിരുന്ന് കംപ്ലീറ്റ് ചെയ്യുന്നത്, രാജീവ് പറഞ്ഞു. കംപ്ലീറ്റ് ആയ ഫയലെല്ലാം വാങ്ങി ചെക്ക് ചെയ്യ്, താൻ പൊയ്ക്കോ, ദേവൻ പറഞ്ഞു. അപ്പോൾ രാജീവ് അവിടെ നിന്ന് പോയി. ദേവൻ ഫോണെടുത്ത് നാൻസിയുടെ സീറ്റിലെ എക്സ്റ്റൻഷൻ ഫോണിലേക്ക് വിളിച്ചു. നാൻസി കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ ദേവൻ ദേഷ്യത്തോടെ ക്യാബിനിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. നാൻസി ക്യാബിനിലെത്തിയപ്പോൾ മീറ്റിംഗിൽ പ്രസന്റ് ചെയ്യാനുള്ള ഫയൽ എവിടെ? ദേവൻ ചോദിച്ചു. ദേവൻ, ഞാൻ 3-4 ദിവസമായി ലീവായിരുന്നല്ലോ, അതുകൊണ്ട് ഫയൽ കംപ്ലീറ്റ് ആകുന്നതേ ഉള്ളൂ, നാൻസി പറഞ്ഞു. ഇന്ന് മീറ്റിംഗ് ഉള്ള കാര്യം നിനക്കറിയില്ലായിരുന്നോ? കമ്പനി നിനക്ക് സാലറി തരുന്നത് എന്തിനാ? ലീവ് എടുത്ത് നിന്റെ കാര്യങ്ങൾ നടത്താനോ? ദേവൻ ചോദിച്ചു. ദേവൻ നാൻസിയെ വഴക്ക് പറയുന്നത് കേട്ട് രവിക്ക് വളരെയധികം സന്തോഷമായി. അത് കണ്ട് നാൻസി പറഞ്ഞു, ദേവൻ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത്യാവശ്യത്തിന് ലീവ് എടുക്കാതെ കഴിയില്ലല്ലോ. അത്യാവശ്യത്തിന് ലീവ് എടുക്കുമ്പോൾ ചെയ്തു തീർക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർത്തിരിക്കണം. അല്ലെങ്കിൽ അത് മറ്റാരെങ്കിലും ഏൽപ്പിച്ചിരിക്കണം. അതെങ്ങനെ കഴിയും? ഞാൻ തന്നെയാണ് വലിയവളെന്ന് ചിന്തിച്ച് മറ്റുള്ളവരെ കുറച്ചു കാണുന്നതല്ലേ സ്വഭാവം. നീ ചെയ്യേണ്ട ജോലി മറ്റാരെങ്കിലും ചെയ്താൽ അവർ നിന്നോടൊപ്പം എത്തിയോ എന്ന തോന്നല നിന്റെ ഉള്ളിൽ, ദേവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ദേവൻ, എന്തൊക്കെയായി പറയുന്നത്? നാൻസി പറഞ്ഞു. എനിക്ക് നിന്നോട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് കരുതി അത് ജോലി ഉഴപ്പാനുള്ള ലൈസൻസായി കരുതരുത്. ഉത്തരവാദിത്വത്തോടുകൂടി ജോലി ചെയ്യാൻ കഴിയില്ലെങ്കിൽ റിസൈൻ ചെയ്തു പൊയ്ക്കോ, ദേവൻ പറഞ്ഞു. മീറ്റിംഗിന്റെ റിമൈൻ നോട്ടിഫിക്കേഷൻ ഇന്നലെ രാവിലെ കിട്ടിയിരുന്നെങ്കിൽ ഇന്നലെ തന്നെ ഫയൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്യുമായിരുന്നു ദേവൻ. തെറ്റ് എന്റേത് മാത്രമല്ല, നാൻസി പറഞ്ഞു. ഒരാഴ്ച മുമ്പ് നിന്റെ മെയിലിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിരുന്നതല്ലേ ഇന്ന് മീറ്റിംഗ് അറിയിച്ചുകൊണ്ട്? നിന്റെ തെറ്റ് മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടുപോയി ഇടാൻ ശ്രമിക്കണ്ട. മീറ്റിംഗ് തുടങ്ങാൻ 1/2 മണിക്കൂർ കൂടെ ഉള്ളൂ. അതിനുള്ളിൽ എല്ലാ ഫയലും എനിക്ക് കിട്ടിയിരിക്കണം. പോ ഇവിടുന്ന്, ദേവൻ അലറി.